Good morning, students. Today topic is essentials of a valid contract. Already we are discussed the what do you mean by contract, what is the definition of contract ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഓൾറെഡി. സോ the next topic എന്ന് പറയുന്നത് essentials of a valid contract. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് அப்படிங்கிறது ഒരു വാലിഡ് കോൺട്രാക്റ്റിന് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിനെ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിനെ നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കണമെങ്കിൽ അത്യാവശ്യം ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനെയാണ് നമ്മൾ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. ஒரு எக்ரிமெண்ட்டை கான்ட்ராக்ட் அப்படின்னு சொல்கிறதுக்கு ஒரு மிக முக்கியமானதாக இருக்கக்கூடிய சில காரியங்கள் இருக்குது. ஸோ அதைத்தான் நம்ம வந்துட்டு എന്താണ് எசென்ஷியல்ஸ் அப்படிங்கிறது. അപ്പോൾ நம்ம அந்த என்னென்னதெல்லாம் இருக்கணும் then agreement if it has to reach the status of a contract, அதாவது கான்ட்ராக்ட் அப்படிங்கிற ஸ்டேட்டஸை ரீச் பண்ணணும் அப்படின்னு சொன்னால் ஹேஸ் டு கம்ப்ளை வித் சம் எசென்ஷியல் ரிக்வயர்மெண்ட்ஸ், அத்தியாவசியமான இல்லை மிக முக்கியமான சில காரியங்கள் அந்த அக்ரிமெண்ட்டில் இருந்தால் தான் நம்ம அதை என்னன்னு சொல்ல முடியும், ஒரு கான்ட்ராக்ட் அப்படின்னு சொல்ல முடியும். அந்த முக்கியமாக இருக்க வேண்டிய காரியங்கள் என்னென்ன அப்படின்றது தான் கீழே நம்ம பார்க்க போகிறோம். ஃபர்ஸ்ட் ஒன் இஸ் எக்ரிமெண்ட், செகண்ட் ஒன் கான்சென்சஸ் addendum, lawful consideration, capacity of parties, free consent, lawful object, not expressly declared void, certainty and possibility of performance, legal formalities, intention to create a legal relationship. ഈ 10 എസെൻഷ്യൽസ് ആണ് നമ്മൾ പറയുന്നത്. ഈ 10 കാര്യങ്ങളാണ് എസെൻഷ്യൽസ് എന്ന് ഉദ്ദേശിക്കുന്നതും. ഈ 10 കാര്യങ്ങളും ഒരു എഗ്രിമെൻറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ എഗ്രിമെൻറ്റിനെ നമ്മൾ കോൺട്രാക്റ്റ് എന്ന് നമ്മൾ വിളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ ഈസ് എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ടു എ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൻ്റെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, അടിസ്ഥാനമാണ് ഈ എഗ്രിമെൻറ്റ്. എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എഗ്രിമെൻറ്റിനെ നമ്മൾ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓഫ് എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ക്രിയേറ്റഡ് ബൈ 2 or 3 parties. It contains all the rules and regulations followed by the parties, must be signed by all the parties included in the agreement. അപ്പോൾ നമ്മൾ അഗ്രിമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷനാണ്. മീൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺട്രാക്റ്റ് എടുക്കുന്നത്, എത്ര രൂപയ്ക്കുള്ള കോൺട്രാക്റ്റാണ്, ഈ 2 പാർട്ടീസും അതായത് ആ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാർ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ്, നോംസ്, ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ. സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഒരു എവിഡൻസിനെയാണ് നമ്മൾ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ എൻഫോഴ്സിബിൾ ചെയ്ത് അതൊരു കോൺട്രാക്റ്റ് എന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. സെക്കൻഡ് വൺ കോൺസെൻസസ് addendum. സോ കോൺസെൻസസ് addendum அப்படிங்கிற ഇറ്റ് മീൻസ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ബിറ്റ്വീൻ ദി പാർട്ടീസ്. അതായത് നമ്മളുടെ മൈൻഡ്, അതായത് ആ ഒരു കോൺട്രാക്റ്റിൽ ഈടുപെടக்கூடிய പാർട്ടീസോടെ മൈൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺസെൻസസ് addendum. ബോത്ത് ദി പാർട്ടീസ് മസ്റ്റ് ബി എഗ്രി അബൌട്ട് ദി സബ്ജക്റ്റ് മാറ്റർ. അതാണ് എഗ്രി അബൌട്ട് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി എഗ്രിമെൻറ്റ് ഇൻ ദി സെയിം സെൻസ് ആൻഡ് അറ്റ് ദി സെയിം ടൈം. ഒരേ സമയത്ത് ഒരേ രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് മാറ്റർ அப்படிங்கிறது எதுக்காக நம்ம കോൺട്രാക്റ്റ് എടുത്തിരിക്കோம், ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ സപ്പോസ് ഒരു വീട് വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ഇസ് എ സബ്ജക്റ്റ് മാറ്റർ. ഒരു പാലം പണിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് എ ബ്രിഡ്ജ് ഈസ് അത് சப்ஜெக்ட் மேட்டர். ஸோ அப்போ அப்படி நம்ம எதுக்காக எக்ரிமெண்ட் போடுறோமோ இல்லை எதுக்காக நம்ம இந்த கான்ட்ராக்ட் எழுதுகிறோமோ அதோட பர்பஸ் അല്ലെങ്കിൽ அந்த சப்ஜெக்ட் மேட்டரை ஒரே மாதிரி, அதாவது 2 பார்ட்டீஸும் ஒரு கான்ட்ராக்டில் இன்க்ளூடட் ஆகக்கூடிய 2 பார்ட்டீஸும் ஒரே மாதிரி ஒரே கண்ணோட்டத்தில் ஒரே டைமில் நம்மளால் வந்துட்டு என்ன பண்ண முடியணும், நினைக்கிறதுக்கு முடியணும். ஒரு ஆள் அதுக்கு மாறாக நினச்சா கூட அங்கே வந்துட்டு ப்ராப்ளம்ஸ் க்ரியேட் ஆகிறதுக்கு சான்ஸ் இருக்குது. ஸோ കോൺസെൻസസ് addendum അതായത് രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ് ഒരുപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പറയുന്നു ഒരാളുടെ കയ്യിൽ പഴയ കാറും ഉണ്ട് പുതിയ കാറും ഉണ്ട്. ഓക്കെ, പഴയ കാറും പുതിയ കാറും ഉണ്ട്. അപ്പോൾ ഈ കാറിൻ്റെ ഉടമസ്ഥൻ കാർ കൊടുക്കാൻ പോവുക എന്ന് പറയുന്നു. അത് കേട്ട ഒരാൾ വാങ്ങാനും തയ്യാറാണ്. പക്ഷേ
കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞേ ഉള്ളൂ, ഏത് കാറാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കൊടുക്കാൻ പോകുന്നയാൾ ഉദ്ദേശിച്ചത് പഴയ കാറും വാങ്ങാൻ പോകുന്നയാൾ ഉദ്ദേശിച്ചത് പുതിയ കാറും. സോ അപ്പോൾ സബ്ജക്റ്റ് മാറ്ററിൽ അവിടെ അതിന് പഴയത് പുതിയത് കാർ ഒന്ന് തന്നെയാണ്, പക്ഷേ പഴയ കാറും പുതിയ കാറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ട് പാർട്ടീസും രണ്ട് സബ്ജക്റ്റ് മാറ്ററാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കോൺസെൻസസ് ആഡിഡിയം அப்படிங்கிறது ഒരു സബ്ജക്റ്റ് മാറ്ററിനെ, അതായത് സെയിം ടൈമിൽ സെയിം സെൻസിലാണ് സബ്ജക്റ്റ് മാറ്ററിനെ കാണേണ്ടത്. എങ്ങനെ കാണേണ്ടിയിരുന്നു, ഏത് കാറാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാറ് തന്നെ വാങ്ങാനായിട്ട് മറ്റേ ആൾ ഉദ്ദേശിച്ചിരിക്കണം. പക്ഷേ ഇവിടെ വരുന്ന ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സോ ആ തരത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയും ഇവിടെ വരാൻ സാധിക്കത്തില്ല, വരാൻ പാടുള്ളതല്ല. ദാറ്റ് ഈസ് കോൾഡ് കോൺസെൻസസ് ആഡ് ഇഡിം. ഓക്കെ, ഇനി അടുത്തത് ലോഫുൾ കൺസിഡറേഷൻ. ஃபர்ஸ்ட் பார்த்தோன்னா கன்சிடரேஷன்னா என்ன? தட் இஸ் கன்சிடரேஷன் மீன்ஸ் சம்திங் இன் ரிட்டர்ன். சம்திங் இன் ரிட்டர்ன், அதாவது இப்போ கான்ட்ராக்ட் அப்படிங்கும்போது ஒரு ஆள் வேறொரு ஆளுக்கு ஒரு ஒர்க்கு பண்ணி கொடுக்குறாங்க. ஸோ அப்போ அந்த ஒர்க்கு பண்ணி கொடுக்குறவங்களுக்கு கிடைக்கக்கூடிய வருமானம் இல்லைன்னா ரிட்டர்ன், தட் இஸ் கால்டு கன்சிடரேஷன். லோஃபுல், த ப்ரைஸ் பெய்டு பை த ஒன் பார்ட்டி ஃபார் த ப்ராமிஸ் ஆஃப் தி அதர். ஒரு யாருக்கு ப்ராமிஸ் பண்ணி கொடுத்துருக்காங்களோ அவங்களுக்கு நம்ம கொடுக்கக்கூடிய எமௌண்ட்டை தான் நம்ம வந்துட்டு என்னென்னு சொல்கிறோம், கன்சிடரேஷன் அப்படிங்கிறது. அண்ட் எக்ரிமெண்ட் வித்தவுட் കൺസിഡറേഷൻ ഇസ് വോയിഡ്. അതായത് ഇപ്പോൾ ഇവിടെ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയാൻ കാരണം അതായത് നമ്മളതിനെ ഒരു കമ്മീഷനായിട്ടോ ബ്രോക്കറേജായിട്ടോ ഒക്കെ പറയാം. അപ്പോൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുക, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് ബ്രോക്കറേജായിട്ടോ കമ്മീഷനായിട്ടോ ഒക്കെ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ അത് ഇൻ ദ ലോ സെൻസിൽ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ഇൻ റിട്ടേൺ. സോ ഈ കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം, മീൻസ് ലീഗലി അംഗീകരിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം കൺസിഡറേഷനായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് കൺസിഡറേഷൻ ഇല്ല എങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ കൺസിഡറേഷൻ ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാൻ പറ്റത്തില്ല, കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ കൺസിഡറേഷൻ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, അനദർ കണ്ടീഷൻ ഇസ് ദാറ്റ് ദ കൺസിഡറേഷൻ ഷുഡ് ബി ലോഫുൾ. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ലോഫുൾ കൺസിഡറേഷൻ. നമ്മൾ വാങ്ങുന്ന പൈസ, അതായത് ഓരോ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സിനും நம்ம இந்த சப்ஜெக்டில் ஃபுல்லாக படிக்க போகிறது டிஃப்ரெண்ட் டைப்ஸ் ஆஃப் பிஸ்னஸ் கான்ட்ராக்ட்ஸ். ஸோ ഓരോ കോൺട്രാക്ട്സോட നേച്ചർ என்ன, അതിനുடைய ഡ്യൂട്ടീസും ഫങ്ഷൻസും അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ കോൺട്രാക്റ്റ് ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ കൺസിഡറേഷനിൽ വ്യത്യാസങ്ങളുണ്ടാവും. സോ അപ്പോൾ ലീഗലി അംഗീകരിച്ചിട്ടുള്ള കൺസിഡറേഷൻ ആയിരിക്കണം കൈമാറാനുള്ളത്. അതാണ് ലോഫുൾ കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആകുന്ന ആൾക്കാരുടെ കപ്പാസിറ്റീസ് ആരൊക്കെ ആയിരിക്കണം ഒരു കോൺട്രാക്റ്റിൽ പാർട്ടീസ് ആവുന്നത്. ஓகே, யாரெல்லாம் ஒரு கான்ட்ராக்டில் பார்ட்டியாக இருக்கலாம் அப்படின்றது தான். ஸோ 3 கெப்பாசிட்டிஸ். ஃபர்ஸ்ட் ஒன் இஸ் எ மேஜர், செகண்ட் ஒன் சவுண்டு மைண்டு, 3 നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ. ഇപ്പോൾ മേജർ அப்படிங்கும்போது നമുക്ക് ഓൾറെഡി தெரியும் 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിയായിരിക്കണം, അവർക്ക് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ ലീഗലായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻവോൾവ് ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ മൈനസിനെ എഗ്രിമെൻ്റ് ചില സാഹചര്യത്തിൽ നമ്മൾ മൈനസിനെ കോൺട്രാക്റ്റിൽ ഒരു പാർട്ടിയായിട്ട് വെക്കേണ്ട അത്യാവശ്യ ഘട്ടത്തിൽ വെക്കും. പക്ഷേ എപ്പോഴാണോ ഈ പാർട്ടി എന്ന് പറയുന്ന വ്യക്തി 18 വയസ്സ് തികഞ്ഞ് മേജറാകുന്നത് അപ്പോഴേ ഈ കോൺട്രാക്റ്റിനെ നമ്മളൊരു വാലിഡ് കോൺട്രാക്റ്റായിട്ട് പറയത്തുള്ളൂ. അതുവരെ ഇത് ഒരു അസാധുവായ കോൺട്രാക്റ്റായിട്ട് നിൽക്കും. കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യത്തില്ല, പക്ഷേ അസാധു നിലയിൽ അതുവരെ അത് നിലവിൽ നമുക്ക് ലീഗലായിട്ട് ഉപയോഗിക്കാനായിട്ടോ അതിൻ്റെ ഫർദർ ഓപ്പറേഷൻസ് നടത്താൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കപ്പാസിറ്റി പറയണത് ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആകുന്ന ആൾക്കാർ എന്തായിരിക്കണം, മേജറായിരിക്കണം. സെക്കൻഡ് വൺ ഈസ് സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ കോൺട്രാക്റ്റാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ സബ്ജക്റ്റ് മാറ്ററിനെ വെൽ ക്ലിയർഡായിട്ട് രണ്ടുപേരും ഒരേ രീതിയിൽ കാണേണ്ടിയിരിക്കുന്നു. ദെൻ ഇങ്ങനെയുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യാൻ കിടക്കുന്നു. സോ അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങൾ വരുമ്പോഴും മെൻ്റലി ഫിറ്റ്
ഫിറ്റായ ഒരാളായിരിക്കണം ഒരു കോൺട്രാക്റ്റിல் பார்ட்டியாயிட்டு வரான் சாதிக்கத்துள்ளு. ஸோ மென்டலி ஃபிட் அப்படின்னா இப்போ நம்ம வந்துட்டு அதாவது நம்மளுடைய பிரெயின் வந்துட்டு கரெக்டான நிலையில் இருக்கணும். ஸோ அப்போ டிஸார்டர் ஆகுதோ இல்லை மாதிரி புத்தி சுகம் இல்லாமல் இருக்கிறவங்களோ இல்லைங்கள ஒரு ஹாஃப் மைண்டட் ஆகிட்டு ஒரு ஹாஃப் மென்டல் மாதிரி இருக்கிறவங்க அந்த மாதிரி உள்ள யாரையுமே நமக்கு ஒரு கான்ட்ராக்டில் பார்ட்டியாக ஆட் பண்ண முடியாது. ஸோ அப்போ அவங்க வந்துட்டு அவங்களோட மென்டலி அவங்க வந்துட்டு எப்படி இருக்கணும் அப்படின்னா ஃபிட்டாக இருக்கணும். ஒரு பிரச்சனையும் இல்லாமல் இட்ஸ் அ நார்மல் ஹியூமன் பீயிங்ஸாக இருக்கணும். அவங்களுடைய பிஹேவியர் அவங்களுடைய பழக்க வழக்கங்கள் அவங்களுடைய நடத்தைகள் எல்லாமே வந்துட்டு பார்த்தா ஒரு நார்மல் பீயிங்ஸ்னு போல் உண்டாகணும். ஸோ அப்போ அதை தான் நம்ம வந்துட்டு சவுண்டு மைண்ட் எப்போவுமே வந்துட்டு ക്ലിയറാக ഇരിക്കണം. എന്താണ് സ്ട്രോങ്ങാக ഇരിക്കണം. ബട്ട് അത് ഫിറ്റായിരിക്കണം. അങ്ങനെയുള്ളതിനാണ് അതിനെയാണ് നമ്മൾ സൗണ്ട് മൈൻഡ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം എടുക്കുന്നത് പാർട്ടിയായിട്ട് വരാൻ പാടുള്ളൂ. ഇനി നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ. സാധാരണ ഇപ്പോൾ നമ്മൾ നാട്ടിൻപുറത്തിലെല്ലാം பார்த்தோம் அப்படின்னு சொன்னால் ചില ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാർ വരും അവൻ പക്ക ക്രിമിനലാണെന്നൊക്കെ പറയും. ஸோ അപ്പോൾ ഇവിടെ சட்டப்படி ஒராளை குற்றவாளி அப்படின்னு பிரഖ്യാപിച്ചിட்டாங்க அப்படின்னு சொன்னால் அப்படின்னு முத்திரை குத்திட்டாங்க அப்படின்னா அந்த மாதிரி உள்ள ஆளுகளை நம்ம இதில் வச்சுக்கக்கூடாது. நம்மளே கான்ட்ராக்டில் வச்சுக்கக்கூடாது. காரணம் தப்பான ஏதாவது ஒரு வேலை பார்த்தா தான் அவங்க வந்துட்டு ജയിലിൽ പോയിട്ട് வரவோ அந்த மாதிரி உള്ള അതായത് ഒരു ക്രിമിനൽ എന്നുള്ള ഒരു മൈൻഡിൽ അവർ വെക്കത്തുള്ളൂ. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരാളെ ലീഗലായിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ இல்லைன்னா കുറ്റവാളി அப்படி നിരൂപിച്ചിരുന്നാங்க அப்படின்னு சொன்னால் அந்த மாதிரிയുള്ള ആൾക്കാരിനെ നമ്മൾ കോൺട്രാക്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ അപ്പോൾ അതാണ് കപ്പാസിറ്റീസിൽ പറയണത്. ഒന്ന് മേജറായിരിക്കണം, അടുത്ത സൗണ്ട് മൈൻഡ്, ദെൻ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ. ഒരു നമ്മുടെ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്ത ആളായിരിക്കരുത്. ഇനി ഫ്രീ കോൺസെൻറ്റ്. ഫ്രീ കോൺസെൻറ്റ് എന്നത് ദി പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ദെയർ കോൺസെൻറ്റ് വിത്ത് എ ഫ്രീ മൈൻഡ്. ഇവിടെ നമ്മൾ കോൺസെൻസസ് ആഡ് ചെയ്യും എന്ന് അത് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മൈൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കണം, ഫ്രീ മൈൻഡഡ് ആയിരിക്കണം. അതായത് സത്യസന്ധത പുലർത്തുന്നതായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്ട് എടുത്തിருக்கோம் அப்படின்னா கான்ட்ராக்ட் അല്ലെങ്കിൽ எக்ரிமெண்ட் எழுதின அன்னையிலேருந்து அதனுடைய எல்லா பெர்ஃபார்மன்ஸும் முடிகிறது வரைக்கும் என்னவா இருக்கணும் அப்படின்னா ரெண்டு பேரும் ஒரே மாதிரி ഓപ്പൺ മൈൻഡഡാக ഫ്രീ മൈൻഡഡാக இருக்கணும். അതിൽ ഒരാളെ പറ്റിച്ച് വേറെ ഒരാളെ പൈസ ഉണ്ടാക്കാൻ നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിമറി കാണിക്കാനോ അതൊന്നുമില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും സപ്പോസ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വല്ല അബദ്ധങ്ങൾ പറ്റും. സോ അപ്പം അങ്ങനെയാണെങ്കിൽ പോലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് അപ്പം തന്നെ ആ കോൺട്രാക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അനദർ പാർട്ടിയോട് നമുക്ക് ഫ്രീ ആയിട്ട് പറയണം. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഫ്രീ കോൺസെൻറ്റ് അല്ലെങ്കിൽ ഫ്രീ മൈൻഡഡ് എന്ന് പറയുന്നത്. ഇഫ് ദി കോൺസെൻറ്റ് ഇസ് നോട്ട് ഫ്രീ ദി അഗ്രിമെൻറ്റ് മേ ബിക്കം ഐദർ വോയിഡ് ഓർ വോയിഡബിൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദി കോൺട്രാക്ട്. അതായത് കോൺട്രാക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ച് ചിലപ്പോൾ വോയിഡബിൾ ആയിട്ടോ ഒക്കെ പോകാം. അപ്പോൾ കോൺസെൻറ്റ് ഓഫ് ദി കോൺട്രാക്റ്റ് എപ്പോഴും ഫ്രീ ആയിരിക്കണം. രണ്ടുപേരും ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ തരത്തിലാണ് നമുക്കത് കാണാനും അത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാനും കാര്യങ്ങൾ പറയാനും നമുക്ക് പറയാനുള്ള ഒരു ഫ്രീ മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് പാർട്ടീസിന് ഉണ്ടായിരിക്കണം. അങ്ങനെ അത് ആ രീതിയിൽ തന്നെ പോയാൽ മാത്രമേ ഒരു അഗ്രിമെൻറ്റിനെ നമ്മൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് നമ്മൾ വിളിക്കത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് ലോഫുൾ ഒബ്ജക്റ്റ് அப்படிங்கிறது ഒബ്ജക്റ്റീവ്സ്, അതായത് എയിംസ്, குறிக்கோൾ, ലക്ഷ്യം, ഇതൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റിൽ വെക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റും ഓരോ കോൺട്രാക്റ്റ് നമ്മൾ എഴുതുമ്പോഴും the object of the agreement must be lawful. அப்போ நம்ம எதுக்காக இந்த எக்ரிமெண்ட் சைன் பண்ணுறோம் அப்படின்றது நமக்கு கிளியராக தெரிஞ்சிருக்கணும். தென் அது வந்துட்டு லாஃபுல்லாக இருக்கணும். the object of the agreement must not be fraudulent, illegal or opposite to public policy. if the object is unlawful the agreement shall be void. அப்போ இங்கே நமக்குள்ள object அப்படிங்கிறது நமக்கு நல்லா தெரிஞ்சிருக்கணும். எதுக்காக இந்த பிஸ்னஸ் இந்த கான்ட்ராக்ட் நம்ம எழுதுகிறோம், വാട്ട് ഈസ് ദ പർപ്പസ് ഫോർ ദിസ് മേക്കിംഗ് എ കോൺട്രാക്റ്റ്. സോ അപ്പോൾ അതിനുடைய പർപ്പസ് മനസ്സിലാക്കി ആ കോൺട്രാക്റ്റിൻ്റെ എയിം എന്ന് പറയുന്നത്
പബ്ലിക്കിൽ നിന്നും ഒപ്പോസ് ചെയ്തതായിട്ടോ ഇല്ലീഗലായിട്ടോ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ളതോ ആയിരിക്കാം പാടുള്ളതല്ല. അതായത് സമൂഹത്തിൽ അംഗീകരിക്കக்கூடிய ഒരു நல்ல കാര്യத்துக்காக நம்ம என்ன பண்ணிக்கலாம், நம்ம കോൺട്രാക്റ്റ് എഴുതിക്കണം. അതാണ് ലോഫുൾ ഒബ്ജക്റ്റ്. പക്ഷെ നമ്മൾ എഴുതുന്നത് അത് ഒരിക്കലും ഒരാളെ കൊണ്ടും എതിർക്കാനായിട്ട് സാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ, അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ കോൺട്രാക്റ്റ് എടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഇപ്പം എല്ലാം, അതായത് നമ്മൾ പറഞ്ഞു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഓറലും ആവാം റിട്ടണും ആവാം. ഇപ്പോൾ ഓറലൊക്കെ ആവുമ്പോഴും നമുക്ക് പല കൊട്ടേഷൻ കൊടുക്കുന്നത് ശരിയല്ലേ. ഇപ്പോൾ ഒരാളിനെ തട്ടണം നമുക്ക് പറ്റത്തില്ല, അപ്പോൾ ആ റൗഡീസുകൾക്ക് നമ്മൾ കൊട്ടേഷൻ കൊടുப்போம். ஸோ அந்த மாதிரியுள்ள ஆப்ஜெக்டிவ்ஸ் மாதிரி மயக்க கடத்துறதுக்கோ இல்லைனா இந்த மாதிரியுள்ள உள்ள ஊழல் பண்ணுறதுக்கோ இந்த மாதிரி உள்ளதுக்கெல்லாம் வந்துட்டு அவங்க தம்மில் ஒரு ஒப்பந்தம் எழுதியிருக்க மாட்டாங்க அப்படின்றது. ஸோ அவங்களுக்குள்ள ஒரு ஒப்பந்தம், அதாவது அவங்களுக்குள்ள ஒரு அண்டர்ஸ்டாண்டிங் இருக்கும். ஸோ அப்போ அந்த மாதிரி வரும்போது அப்போ சமூகத்துக்கு விரோதமாக சட்டத்துக்கு விரோதமாக இருக்கக்கூடாது நம்ம எடுக்கக்கூடிய கான்ட்ராக்டோட ஆப்ஜெக்டிவ்ஸ். அதுதான் லாஃபுல் ஆப்ஜெக்டிவ் அப்படின்னு நம்ம சொல்கிறோம். தென் நாட் எக்ஸ்ப்ரெஸ்லி டிக்ளேர்டு அஸ் வாய்டு, அதாவது ஒரு கம்பெனி அதில் ஒரு கான்ட்ராக்டிനെ void contract means not a பக்கா கான்ட்ராக்ட். ஸோ அப்போ அந்த மாதிரி யாரும் டிக்ளேர் பண்ணக்கூடாது, டிக்ளேர் பண்ணக்கூடாது அப்படின்னு இந்த கான்ட்ராக்ட் ஆக்ட் ஸ்பெசிஃபை சர்டன் டைப்ஸ் ஆஃப் எக்ரிமெண்ட்ஸ் அஸ் வாய்ட் அண்ட் எக்ரிமெண்ட் இன். அது இப்போ நம்ம ஆல்ரெடி பார்த்தோம் இல்லையா, கெப்பாசிட்டி ஆஃப் பார்ட்டிஸில் பார்த்தோம் இல்லையா, மேஜராக இருக்கணும் அப்படின்னு பார்த்தோம். சப்போஸ் மைனர் தான் அந்த கம்பெனிக்கு அந்த கான்ட்ராக்டில் ஒரு பார்ட்டியாக வராங்க அப்படின்னு சொன்னால் மைனர் எப்போ மேஜர் ஆகுறாங்களோ அப்போ வரைக்கும் தட் கான்ட்ராக்ட் இஸ் வாய்டு. കാരണം ആ കോൺട്രാക്റ്റ് നമ്മൾ ക്യാൻസലും ചെയ്യത്തില്ല, ഉപയോഗിക്കാനും സാധിക്കത്തില്ല. സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാനായിട്ടും ബാക്കി ഫർദർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആൻ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് വാജറിങ് കോൺട്രാക്ട് ആർ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡ്. അതായത് ഇപ്പോൾ നമ്മൾ വെക്കുന്നത് ഈ ബെറ്റടിക്കുന്നത് അങ്ങനെയുള്ള കോൺട്രാക്ട്സിനൊക്കെ നമ്മൾ എന്താ വോയിഡ് കോൺട്രാക്റ്റ് എന്നേ പറയത്തുള്ളൂ, ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇനി സെർട്ടൈനിറ്റി ആൻഡ് പോസിബിലിറ്റി of performance. Certainty and possibility of performance. A valid contract must be performed. Any activity of the contract will be void. அதாவது certainty and possibility of performance. இப்போ நம்ம ஒரு கான்ட்ராக்ட்டு எடுக்கிறோம் அப்படின்னு சொன்னால், நம்ம ஒரு கான்ட்ராக்ட் எழுதுகிறோம், சைன் பண்ணுறோம் அப்படின்னா அது வந்துட்டு இன் ஃப்யூச்சர், அதாவது கான்ட்ராக்ட் அப்படின்னு இன்றைக்கி எழுதி இன்றைக்கே ரன் பண்ண மாட்டோம். இன்றைக்கி எழுதணும் அப்படின்னா 3 മാസத்துക്കോ 6 മാസத்துക്കോ അങ്ങനെ നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് മാത്രമേ എഗ്രിമെൻറ്റ് എഴുതത്തുള്ളൂ. ஸோ அப்போ അങ്ങനെ എഴുതുമ്പോൾ സെർട്ടനിറ്റി ഇൻ ഫ്യൂച്ചറിൽ, அதாவது நம்ம எக்ரிமெண்ட் எழுதியிருக்க கான்ட்ராக்டோட காலாவதி முடிகிறதுக்கு முன்னாடி இந்த 2 பார்ட்டிஸில் ஏதாவது அந்த கான்ட்ராக்ட் ரிலேட்டடாக பெர்ஃபார்ம் பண்ண இருந்திருக்கணும். ஏதாவது ஒரு ஒர்க், ஒரு ஆக்டிவிட்டி அங்கே கண்டிப்பாக இருக்கணும். ஒரு ஆக்டிவிட்டி இல்லாமல் நம்ம ஒரு கான்ட்ராக்ட் അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ பண்ண முடியாது. அப்படியே സൈൻ பண்ணினாலும் ദാറ്റ്സ് നോട്ട് എ വാലിഡ് കോൺട്രാക്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആൻ എഗ്രിമെൻറ്റ് ടു ഡു ആൻ ആക്ട് ഇമ്പോസിബിൾ ഇൻ ഇറ്റ് സെൽഫ് ഇസ് വോയിഡ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അത് ഇമ്പോസിബിൾ ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ വാലിഡ് കോൺട്രാക്ട്, ഇറ്റ് ഈസ് എ വോയിഡ് കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ സെർട്ടനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഓൾറെഡി അതായത് നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം. അതിലെന്തെങ്കിലും ഒരു പെർഫോമൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ പെർഫോമൻസ് ഇല്ലാത്ത ഒന്നും ചെയ്യാനില്ല. ചുമ്മാ ഒരു കോൺട്രാക്റ്റ് എടുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റത്തില്ല, ഒരു കോൺട്രാക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും പെർഫോമൻസ് 2 കൂട്ടരിൽ ഒരാൾക്കോ 2 പേർക്കോ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ലാത്ത പക്ഷം നമ്മൾ എന്തായിട്ട് എടുക്കത്തില്ല, അതിനെ ഒരു കോൺട്രാക്റ്റായിട്ട് എടുക്കത്തില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ലീഗൽ ഫോർമാലിറ്റീസ്. அதாவது லீகல் ஃபார்மாலிட்டிஸ் அப்படிங்கிறது நம்ம ஆல்ரெடி பார்த்துட்டோம். டிஃப்ரெண்ட் டைப்ஸ் ஆஃப் ബിസിനസ് കോൺട്രാക്ട്സ്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ബിസിനസ് കോൺട്രാക്ട്സിനും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ്. എല്ലാ കോൺട്രാക്ട്സും ഒരേപോലെ ആയിരിക്കത്തില്ല.
അപ്പോൾ സംടൈംസ് ആൻ എഗ്രിമെൻറ്റ് മേ ബി ഈവൻ ഇംപ്ലൈഡ് ഫ്രം ദി കണ്ടക്ട് ഓഫ് ദി ബിസിനസ്. അപ്പോൾ ഇവിടെ ലീഗൽ ഫോർമാലിറ്റീസ് அப்படிங்கும்போது സ്റ്റാമ്പ് ഡ്യൂട്ടീസ് അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലീഗൽ ഫോർമാലിറ്റീസിൽ പറയുന്നത്. സോ അപ്പോൾ ഈ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം മസ്റ്റായിട്ട് ഈ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കണം. ദ ഫ്യൂ ടൈപ്പ് ഓഫ് അഗ്രിമെൻറ്റ്സ് ആർ വാലിഡ് ഓൺലി ഇഫ് സഫീഷ്യൻറ്റ് സ്റ്റാമ്പ്സ് ആർ അഫിക്സ്ഡ് ഓൺ ദി എഗ്രിമെൻറ്റ്സ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു സാലറിക്കുള്ളതോ ഒരു പൈസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഗ്രിമെൻ്റൊക്കെ നമ്മൾ എഴുതുമ്പോൾ 5,000 മേളിലാണെങ്കിൽ നമ്മൾ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് വേണം സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. സോ അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓരോ നമ്മൾ പറഞ്ഞ ഓരോ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും ഓരോ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അപ്പോൾ ഇതുപോലെയുള്ള ലീഗൽ ഫോർമാലിറ്റീസ് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അങ്ങനെ ഫോളോ ചെയ്തില്ല, നമ്മൾ ഒബേ ചെയ്യുവാണ്, അതൊക്കെ പരാതിപ്പെടുവാണെങ്കിൽ നമുക്ക് അതായത് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. സോ ഇപ്പോൾ ഇവിടെ കോൺട്രാക്റ്റ് அப்படி இல்லைன்னா എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ടു പാർട്ടീസ്. അവിടെ 2 പാർട്ടീസ് ഉണ്ടാവും. സോ ചിലപ്പോൾ ഈ പാർട്ടീസൊക്കെ റിലേഷൻസോ അങ്ങനെ ഓൾറെഡി അറിയാവുന്നവരോ ഒക്കെ ആയിരിക്കാം. നമ്മുടെ കസിൻസ് ആയിരിക്കാം, നമ്മുടെ പാരൻസ് ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ പലതും കാണും. പക്ഷേ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പിൽ ഇഫ് ദി എഗ്രിമെൻറ്റ് എൻറ്റേർഡ് ഇൻ ടു ബൈ 2 പേഴ്സൺസ് ഇസ് ഓൺലി എ സോഷ്യൽ എഗ്രിമെൻറ്റ് ഓർ എ ഡൊമസ്റ്റിക് അറേഞ്ച്മെൻറ്റ് ദാറ്റ് അഗ്രിമെൻറ്റ് കനോട്ട് ബി ടേംഡ് ആസ് എ കോൺട്രാക്ട്. അതായത് இங்கே வந்து இன்டென்ஷன் டு கிரியேட் லீகல் ரிலேஷன்ஷிப் அப்படிங்கிறது ஓரோ கான்ட்ராக்டும் அங்கே க்ரியேட் பண்ணுறது சட்டப்படி அங்கீகரிக்கப்பட்ட ரிலேஷன்ஷிப்பாக ஆയിരിക്കണം. சப்போஸ் இப்போ கசின்ஸு தம்மில் தெரிஞ்சவங்க, கசின்ஸு, ரிலேட்டிவ்ஸு, ഫ്രണ്ട്സ്, പാരൻസും പിള്ളേങ്ങളും തമ്മിൽ அந்த மாதிரி ഒരുപാട് കോൺട്രാക്ട്സ് நம்ம எழுதலாம். പക്ഷേ കോൺട്രാക്റ്റ് விஷயமாக எந்த ஒரு பிரச்சனை வந்தாலும் ഇപ്പോൾ ചിലപ്പോൾ അപ്പാവും മകനും ഒരു കോൺട്രാക്റ്റ് എഴുതിയിരിக்கலாம். സോ എന്തൊരു പ്രശ്നം വന്നാലും അല്ലെങ്കിൽ എന്തൊരു ഇഷ്യൂ വന്നാലും നമ്മൾ ഇത് രണ്ടും, അതായത് ഇത് എൻ്റെ അച്ഛനാണ് അതുകൊണ്ട് വെറുതെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഇത് എൻ്റെ മോനാണ് അല്ലെങ്കിൽ വെറുതെ വിട്ടേക്ക്, അല്ലെങ്കിൽ എൻ്റെ കസിനാണ് വിട്ടേക്ക്, പ്രശ്നമില്ല, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഈ സോഷ്യൽ റിലേഷൻസും നമ്മുടെ അതേമാതിരി ഡൊമസ്റ്റിക് അറേഞ്ച്മെൻറ്റ്സ്, നമ്മുടെ ഫാമിലീസ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഒന്നും നമുക്ക് കോൺട്രാക്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ആകെ കോൺട്രാക്റ്റിൽ അവരുടെ റിലേഷൻഷിപ്പ് എന്താണോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ബയ്യറും സെല്ലറും, ചിലപ്പോൾ അച്ഛനും മോനും ആണെങ്കിൽ പോലും അവിടെ ഫാദർ ആൻഡ് സൺ എന്ന് പറയുന്നതിനെക്കാട്ടിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ വാലിഡ് കോൺട്രാക്ട്. ബയ്യർ ആൻഡ് സെല്ലർ ആ രീതിയിലാണ്. ഇപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്റ്റി, ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. പക്ഷേ ലീസിങ് ആകുമ്പോൾ ലെസ്സർ ആൻഡ് ലെസ്സി, 2 പാർട്ടി. സോ ഇവർ തമ്മിൽ ഇങ്ങനെയുള്ള ലീഗൽ ചട്ടപ്പടി അംഗീകരിക്കപ്പെട്ട റിലേഷൻഷിപ്പ് ഇല്ലാமல் வேறு ஒரு ரிலேஷன்ஷிப் அங்கே நமக்கு ரெஃப்ளெக்ட் பண்ண முடியாது, ஃபாலோ பண்ண முடியாது. ஓகே, தீஸ் ஆர் த மெயின் எசென்ஷியல்ஸ் ஆஃப் எ വാലിഡ് കോൺട്രാക്റ്റ്. ഈ എസെൻഷ്യൽസ് ആണ് നമുക്ക് ഓരോന്നും ഓരോ യൂണിറ്റായിട്ട് നമ്മൾ പഠിക്കാൻ പോവുക. അപ്പോൾ ഇത് വളരെ ക്ലിയർഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ അടുത്തടുത്തുള്ള യൂണിറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ടിൽ എഴുതിയിട്ട് എനിക്ക് നാളെ വൈകുന്നേരത്തിനകം, നാളെ 4:30-ക്കകം എനിക്ക് നോട്ട്സ് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.